ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നാലും വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്നപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല പ്രകാശമുള്ളതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാനാണെങ്കിൽ കേർട്ടനൊക്കെ മാറ്റിയിട്ടുണ്ട്, ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ജനലിലൊക്കെ തുറന്നിട്ട്, അപ്പോൾ അപ്പുറത്തും തുറന്നിട്ട് ഇപ്പുറത്തും തുറന്നിട്ട്, ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തേയും കൂടെ തുറന്നിടാറുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഇടാറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഏത് ഡേ ഇൻ മൈ ലൈഫിലും ഈ ബ്ലൂ ഡ്രസ്സാണെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. ടു ഡു ലിസ്റ്റ് എഴുതുമ്പം ആ ഒരു ലൈഫ് തന്നെ ആ ഒരു ഡേ തന്നെ മാറിപ്പോകുന്ന രീതിയിലാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് ഇന്നെന്തായാലും വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫിന് വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് എഴുതാം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ അങ്ങ് എഴുതിയിട്ടുണ്ട് കേട്ടോ. കുറേയൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നില്ല, അങ്ങനെ എനിക്ക് ആവശ്യമുള്ള അത്രയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അയച്ച് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ എന്തായാലും ടു ഡു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. അപ്പോൾ ആ ഹോൾഡറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം, അത് നമുക്ക് ടേബിളിൽ ഇരിക്കുന്ന ടൈമിൽ കാണാമല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും ചെയ്തോളും. പിന്നെ ആ പേനയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ടേബിളിൻ്റെ താഴെയായിട്ട് സൈഡിലായിട്ട് കോർണറിലും ഒരു ചെടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ പ്ലാനർ എഴുതാൻ പോയി. 2025 പ്ലാനർ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട്സ് ഇതിനകത്ത് എഴുതി വെക്കും, സബ്സ്ക്രൈബ് കൗണ്ട് എഴുതി വെക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് അത് എഴുതുമ്പോൾ. അപ്പോൾ ഞാൻ പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ കൗണ്ട് എന്ന് പറയുമ്പോൾ ഡേറ്റും കൂടെ എഴുതി വെക്കുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ. അങ്ങനെ ഞാൻ അതിനകത്ത് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ എന്തായാലും എഴുതാമെന്ന് വിചാരിച്ചു, ഇതായിട്ട് മറക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം ഇതും കൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അപ്പുറത്തെ പേജ് എടുത്തിട്ട്, അപ്പുറത്തുള്ളതായിട്ട് എനിക്ക് അറിയില്ല ഏത് പേജാണെന്ന്, ഒരു പേജ് എടുത്തിട്ട് ഞാനുള്ളിൽ മൈ ഹാപ്പിനെസ് ഗുഡ് ബാഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള സംഭവമുണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനത് അടച്ച് വെച്ച് ക്ലീൻ ചെയ്തപ്പോഴാണ് നമ്മുടെ കലണ്ടർ ഒന്നും മാറ്റിയില്ല എന്ന് കണ്ടത്. ഒരു കുഞ്ഞ് കലണ്ടർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ. ഞാൻ നേരെ മെയിലേക്ക് പോയി മെയ് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് ഞാൻ ഒന്ന് തൂക്കിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടേബിളൊക്കെ ഒന്ന് നോക്കി ഇരുന്നപ്പം കുറച്ചുകൂടെ സന്തോഷമായി. താഴേക്ക് പോയപ്പോൾ ഇതാ മോട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവള് ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. ഇടയ്ക്ക് ഇവളെ കാണാറുള്ളൂ, ചിലപ്പം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോകും, നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇവളെ കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ പോയി ചായയും ബിസ്ക്കറ്റും കഴിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഡെയിലി ഞങ്ങളുടെ മോർണിംഗ് ഫുഡാണിത്, ലൈക്ക് ചായയും ബിസ്ക്കറ്റും. പാർലേജി ഭയങ്കര ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ് അത് കഴിക്കണത്. ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അങ്ങനെ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഒരുത്തിതാ എൻ്റെ ബെഡൊക്കെ കയറി കിടക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവളോട് കിടക്കുമ്പോൾ. അവൾ ഉറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബർ നെയിം എഴുതാൻ പോവാണ്. അപ്പം നിങ്ങളുടെ പേരും ജസ്റ്റ് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോളിൽ നിങ്ങളുടെ പേരും കാണും. എഴുതി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൽ ഒരുത്തി വന്ന് പിടിക്കുകയാണ്, എല്ലാം വലിച്ചു പറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. ഞാൻ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞപ്പം ക്യാമറയിൽ ഷോ കാണിക്കാൻ വേണ്ടി അവൾ വരിക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണം പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും വരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വീഡിയോ ഷൂട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എപ്പോഴും ക്യാൻഡിൽ കത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. പിന്നെ എങ്ങനെ ഷോർട്സ് ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ സെലോ ടേപ്പിനുള്ള ഫോൺ ഇങ്ങനെ ഇറക്കി വെക്കും, അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു മോട്ടിവേഷന് വേണ്ടി നമ്മൾ ഉണക്കമാങ്ങ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ വെളിയിലേക്ക് ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ നമ്മൾ ചോറുണ്ട്. ഉച്ചയിൽ 2 മണി 3 മണിക്ക് ആയപ്പോഴാണ് കേട്ടോ ചോറുണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചിക്കൻ ഫ്രൈ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോയിക്കുമായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അച്ഛൻ വന്ന ഡയറി മിൽക്ക് കൊണ്ടു. ഇത് ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയതാണ്, മണി ബോക്സ് സേവിങ്സിന് വേണ്ടിയിട്ട്. പിന്നെ രാത്രിയിൽ ജനലൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭൂതം വരും. അല്ല പിന്നെ എന്നിട്ട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയത് എല്ലാം ചെയ്തോന്നൊക്കെ ടിക്ക് ചെയ്ത് നോക്കുകയാണ്. ടിക്ക് ചെയ്തിട്ടുണ്ട്.
എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കോയിൻ ബോക്സ്, ലൈക്ക് എന്നാ മണി ബോക്സ് പോലെ കോയിനും നോട്ടൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ബ്രെഡും ചിക്കനും കൂടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.